തലസ്ഥാനത്തണക്കിയ അരും കൊലയിൽ തീർപ്പു നാളെ. പ്രതികളെല്ലാം കുറ്റക്കാർ. തിരുവനന്തപുരം പോത്തൻകോട് ഗുണ്ടാസംഘം യുവാവിനെ കൊന്ന് കാല് വെട്ടിയെറിഞ്ഞ കേസിൽ പ്രതികളെല്ലാം കുറ്റക്കാർ. മംഗലപുരം സ്വദേശി സുധീഷിനെയാണ് 11 പേരടങ്ങുന്ന സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത്. 11 പേരും പ്രതികളെന്ന് കോടതി കണ്ടെത്തി. നെടുമങ്ങാട് പട്ടികജാതി വർഗ പ്രത്യേക കോടതി നാളെ ശിക്ഷ വിധിക്കും. ഗുണ്ടാ കുടിപ്പുകയും അനുബന്ധ തർക്കവുമാണ് അരും കൊലയ്ക്ക് വഴിവെച്ചത്. കേരളം അതുവരെ കണ്ടതിൽ വെച്ച് ഞെട്ടിവിറച്ച ക്രൂരത. പകയുടെ പേരിൽ ഗുണ്ടാസംഘം സുധീഷിനെ ഓടിച്ചിട്ട് വെട്ടിക്കൊലപ്പെടുത്തി. പകയടങ്ങാതെ കാല് വെട്ടിയെടുത്ത് പൊതുവഴിയിൽ വലിച്ചെറിഞ്ഞു. തീർന്നില്ല, കൊലപാതകം ആഘോഷിച്ചു. ഗുണ്ടാപ്പകയായിരുന്നു അരും കൊലയ്ക്ക് കാരണം. സുധീഷിന്റെ എതിർ സംഘത്തിൽപ്പെട്ട 11 പേരാണ് 2021 ഡിസംബർ 11 നട്ടുച്ചയ്ക്ക് സുധീഷ് ഒളിവിൽ താമസിച്ച വീട്ടിലെത്തി കൊലപ്പെടുത്തിയത്. മുഖ്യപ്രതിയായ സുധീഷ് ഉണ്ണിയുമായി സുധീഷ് 2 മാസം മുൻപ് അടിയുണ്ടാക്കിയിരുന്നു. അതിന്റെ പകരം വീട്ടാനാണ് സുധീഷ് ഉണ്ണി ഗുണ്ടാ നേതാവായ ഒട്ടകം രാജേഷുമായി ചേർന്ന് കൊലപാതകം ആസൂത്രണം ചെയ്തത്. ആക്രമണം ഭയന്ന് നാടുവിട്ട സുധീഷ് പോത്തൻകോടിനടുത്ത് കല്ലൂരിലെ പാണൻവിള കോളനിയിലെ ബന്ധുവീട്ടിൽ വന്ന് ഒളിവിൽ കഴിയുകയായിരുന്നു. സുധീഷിന്റെ ബന്ധുവായ ഒരാൾ ഇക്കാര്യം ഒറ്റിയതോടെയാണ് എതിർ സംഘം സ്ഥലമറിഞ്ഞതും ബൈക്കിലും ഓട്ടോയിലുമായി എത്തി കൊല നടത്തിയതും. പ്രതികളായ 11 പേരെയും വിവിധയിടങ്ങളിൽ നിന്നായി അറസ്റ്റ് ചെയ്തിരുന്നു. തിരുവനന്തപുരം റൂറൽ അഡീഷണൽ SP ആയിരുന്ന MK സുൽഫിക്കറിന്റെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം. 24 തിരുവനന്തപുരം.